Hi friends, എൻ്റെ പേര് ജംഷീദ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു ലെസണുമായിട്ടാണ്. പല ആളുകളും യൂട്യൂബിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, സർ ഡു അല്ലെങ്കിൽ ഡസ് എവിടെയാണ് ഉപയോഗിക്കുക? ഇപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ട് എന്ന് പറയാറുണ്ട്. എവിടെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ബേസാണ്. ബേസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വളരെയധികം പ്രയാസം അനുഭവിക്കും. നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡു ഡസ് എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്നോണം കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം ഡു എവിടെ ഉപയോഗിക്കണം, ഡസ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് അറിയുന്ന വ്യക്തികൾ ഇത് കാണണമെന്നില്ല. ഓൾറെഡി ഡു ഡസ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് റിയൽ ഒരു ക്ലാസിൻ്റെ എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ ക്ലിയർ ചെയ്തു തരാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകളിൽ തന്നെ പ്ലൂരലായിട്ടും സിംഗുലറായിട്ടും തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന 5 പ്ലൂരൽ സബ്ജക്റ്റുകളാണ്. ഒന്ന് ഐ. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഐ എന്താണ്? ഐ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ എന്നുള്ളതാണ്. ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ ഈ ബേസ് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ആക്ഷനിലൂടെ ടെൻസ് ഞാൻ ആക്ഷനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും വളരെയധികം എഫക്റ്റീവായി. അതുകൊണ്ട് ഇതും ആക്ഷനിലൂടെ നമുക്ക് പഠിക്കാം. ഐ ഫസ്റ്റ് സബ്ജക്റ്റ്, ഒരു വിരൽ ഉപയോഗിക്കുക. ഐ ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ചൂണ്ടുക. ഓക്കെ, ഐ ഞാൻ, യു നിങ്ങൾ, 2 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ സബ്ജക്റ്റ് ദേ. ദേ എന്ന് പറഞ്ഞാൽ എന്താ? അവർ എന്നാണ് അർത്ഥം. ഓക്കെ, ദേ അവർ, ഇങ്ങനെ കാണിക്കുക. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, അല്ലെ? ഞങ്ങൾ എങ്ങനെ കാണിക്കാം? ഇങ്ങനെ കാണിക്കാം, നമ്മൾ. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. ആക്ഷൻ ഐ ഞാൻ, യു നീ, ദേ അവർ, വി നമ്മൾ. മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർ. ആക്ഷൻ ഇങ്ങനെ കാണിക്കാം, നമ്മുടെ ഇടവും വലവും ഓരോ ഫ്രണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ 2 പേരുടെ തോളിൽ കൈയിടുന്ന പോലെയുള്ള ഒരു ആക്ഷൻ കാണിക്കാം. ഒന്നുകൂടി ഐ ഞാൻ, യു നീ, ദേ അവർ, വി ഞങ്ങൾ, മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ. ആക്ഷനോട് കൂടിയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് 5 പ്ലൂരൽ സബ്ജക്റ്റുകൾ. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡു. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ഒരു 5 സിംഗുലർ കൂടി പഠിക്കാം. ഏതാണ്? ഫസ്റ്റ് വൺ ഹി. ഹി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വലത്തോട്ട് കൈ ചൂണ്ടുക. ഹി. ഷി എന്ന് പറയുമ്പോൾ അവൾ. ഹി എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇടത്തോട്ട് കൈ ചൂണ്ടുക. ഹി ഷി. അടുത്തത് ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള അർത്ഥം. ഓക്കെ, ദിസ് ദാറ്റ് എന്നുള്ളതിന് കോമൺ ആയിട്ട് നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. അപ്പോൾ അത് അല്ലെങ്കിൽ ഇത്, അത് അല്ലെങ്കിൽ ഇത്, ഇറ്റ്. ഓക്കെ, ആക്ഷൻ ഒന്നുകൂടി പറയാം. ഹി ഷി ഇറ്റ്, അത് അല്ലെങ്കിൽ ഇത്. എവ്രിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. എവ്രിബഡി എല്ലാവരും. ഓക്കെ, മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ മാത്രം, ഒരു കൈ മാത്രം ഇങ്ങനെ കാണിക്കുക, തോളിൽ കൈ ഇടുന്ന പോലെ. മൈ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരൻ. ഇപ്പോൾ 5 സിംഗുലർ സബ്ജക്റ്റുകളും നമ്മൾ പഠിച്ചു. ഡു ഡസിലോട്ട് വരാം. അതിനു മുമ്പ് ഇതൊന്ന് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ആക്ഷൻ കാണിച്ചുകൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം. ഐ ഞാൻ, യു നീ, ദേ അവർ, വി നമ്മൾ, മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ, ഹി അവൻ, ഷി അവൾ, ഇറ്റ് അത് ഇത്, എവരിബഡി എല്ലാവരും, മൈ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരൻ. ആക്ഷൻ മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ 10 ആക്ഷൻസും 10 സബ്ജക്റ്റും പഠിക്കുക, അതിൻ്റെ എക്സാക്റ്റ് മീനിങ്ങും പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഡു എവിടെ ഉപയോഗിക്കണം, ഡസ് എവിടെ ഉപയോഗിക്കണം? ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള 5 സബ്ജക്റ്റുകൾ പഠിക്കാനൊരു ചെറിയ ടിപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും കണ്ട് അല്ലെങ്കിൽ നമ്മുടെ 2 ഫ്രണ്ട്സിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് ഞാൻ പേടിച്ചുകൊണ്ട് അയ്യോ ദേവി മൈ ഫ്രണ്ട്സ് എന്ന് പറയുകയാണ്. അയ്യോ ദേവി മൈ ഫ്രണ്ട്സ് അങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കിക്കേ. അതൊന്ന്
വേർതിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഈ 5 സബ്ജക്റ്റുകൾ കിട്ടും. ഐ, യു, ദേ, വി, മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു മലയാളത്തിലുള്ള ഒരു സെൻറ്റൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് 5 സബ്ജക്റ്റുകൾ ഓർത്ത് വെക്കാൻ പറ്റും. അയ്യോ ദേവി മൈ ഫ്രണ്ട്സ്, അയ്യോ ദേവി മൈ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ്. ഇവിടെ ഷീ കഴിഞ്ഞതിന് ശേഷം ഇറ്റ് ഉണ്ട്. സുരേഷ് ഗോപിയുടെ ഡയലോഗൊക്കെ വരുന്നുണ്ട്. ഇറ്റ്, ഷീ, ഇറ്റ്, ഷിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്തുവാണെങ്കിലും ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. ഹി, ഷീ, ഇറ്റ്, ഷീ, ഇറ്റ്, ഷിറ്റ്, എവ്രിബഡി, മൈ ഫ്രണ്ട്. ഈ 10 സബ്ജക്റ്റുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഡു, ഡസ് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള 5 സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള 5 സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഡൂവും ഡസ്സും ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ മീനിങ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകിൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് അവനെ ഇഷ്ടമാണ്, ഐ ലൈക്ക് ഹിം. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഹാബിച്വൽ ആക്ഷൻസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ജനറൽ ട്രൂത്തിന് നമ്മൾ ഇതേപോലെ ഡു, ഡസ് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ, ഐ ഡു. എന്തായിരിക്കും മീനിങ്? ഞാൻ ചെയ്യാറുണ്ട്. യു ഡു, നിങ്ങൾ ചെയ്യാറുണ്ട്. ദേ ഡു, അവർ ചെയ്യാറുണ്ട്. വി ഡു, ഞങ്ങൾ ചെയ്യാറുണ്ട്. മൈ ഫ്രണ്ട്സ് ഡു, എൻ്റെ ഫ്രണ്ട്സ് ചെയ്യാറുണ്ട്. നമ്മൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ കൂടെ ഡു ചേർത്തു, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം പഠിച്ച 5 സബ്ജക്റ്റുകൾ സിംഗുലർ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി, മൈ ഫ്രണ്ട്. അതിൻ്റെ കൂടെ ഡസ് ചേർത്തെ. ഹി ഡസ്, അവൻ ചെയ്യാറുണ്ട്. ഷീ ഡസ്, അവൾ ചെയ്യാറുണ്ട്. ഇറ്റ് ഡസ്, ഇറ്റ് ഡസ് നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ട, അതിന് പകരം ഒരു നെയിം ഉപയോഗിക്കാം. ഓക്കെ, അർജുൻ ഡസ്, അർജുൻ ചെയ്യാറുണ്ട്. എവരിബഡി ഡസ്, എല്ലാവരും ചെയ്യാറുണ്ട്. മൈ ഫ്രണ്ട് ഡസ്, എൻ്റെ ഫ്രണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡൂവും ഇവിടെ ഡസ്സുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രവൃത്തി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ സ്ഥലത്ത് സെയിം വേർബ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഡു എന്നുള്ളതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ പ്ലേ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഹി എന്നോ ഷീ എന്നോ ഉള്ള സബ്ജക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്ലേ എന്നുള്ളതിൻ്റെ കൂടെ ഒരു എസ് ഉപയോഗിക്കണം. പ്ലേസ്. അല്ലെങ്കിൽ സ്റ്റഡി ആണെങ്കിൽ സ്റ്റഡീസ് എന്ന് ഉപയോഗിക്കണം. അതിൻ്റെ കാരണം എന്താണ് കാരണം? ഇവിടെ നമ്മൾ ഡസ് ആണ്, ഇവിടെ ഡു ആണ്. അപ്പോൾ ഡു ആകുമ്പോൾ സെയിം വെർബ് നമുക്ക് ഉപയോഗിക്കാം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട്. എന്നാൽ ഡസ് ആവുന്ന സമയത്ത് എസ്ഒ ഇ എസ്ഒ ആഡ് ചെയ്യണം. സ്റ്റഡീസ് എന്നുള്ളതിൽ ഐ ഇ എസ് അല്ലേ, അങ്ങനെ ആയി മാറുന്നു. പ്ലേസ് എന്ന് വരുന്ന സമയത്ത് എസ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ്, ഞാൻ പഠിക്കാറുണ്ടെന്ന് എങ്ങനെ പറയാം? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. ഐ സ്റ്റഡി ഇംഗ്ലീഷ് അല്ലേ. അവൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് എന്നാവുമ്പോഴോ ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഞാൻ കളിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, ഐ പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് വരും. ഞാൻ പാട്ട് കേൾക്കാറുണ്ട്, ഐ ലിസൺ ടു മ്യൂസിക്. അവൻ പാട്ട് കേൾക്കാറുണ്ട്, ഹി ലിസൺസ് ടു മ്യൂസിക്. വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അവനെ ഇഷ്ടമാണ്, ഐ ലൈക്ക് ഹിം. അവൻ എന്നെ ഇഷ്ടമാണ്, ഹി ലൈക്സ് മീ. അവിടെ ഹി എന്നുള്ള സബ്ജക്റ്റ് വന്നപ്പോൾ ലൈക്സ് എന്നായി മാറി. അപ്പോൾ ഇവിടെ എസ് ആഡ് ചെയ്യണം ഈ സബ്ജക്റ്റുകളാണെങ്കിൽ. എന്നാൽ ഇവിടെ എന്താ ആവശ്യമില്ല, എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡു എവിടെ ഉപയോഗിക്കണം, ഡസ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഐ യു ദേ വി മൈ ഫ്രണ്ട്സ് എന്നുള്ള സബ്ജക്റ്റുകളിൽ ഡു ഉപയോഗിക്കുക. ഹി ഷീ ഇറ്റ് എവരിബഡി മൈ ഫ്രണ്ട് എന്നുള്ള സബ്ജക്റ്റുകളിൽ ഡസ് ഉപയോഗിക്കുക. ഇനി എങ്ങനെയാണ് ഇത് വളരെ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. ഇപ്പം ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. നീ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ യു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ദേ പ്ലേ ക്രിക്കറ്റ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, വി പ്ലേ ക്രിക്കറ്റ്. എൻ്റെ കൂട്ടുകാർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, മൈ ഫ്രണ്ട്സ് പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഹി പ്ലേസ് ക്രിക്കറ്റ്. അവിടെ എസ് വന്നു. ഷീ ആവുമ്പോഴോ ഷീ പ്ലേസ് ക്രിക്കറ്റ്, അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ടോം ആണെങ്കിലോ ടോം പ്ലേസ് ക്രിക്കറ്റ്, ടോം ക്രിക്കറ്റ് കളിക്കാറുണ്ട്. എല്ലാവരും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എവരിബഡി പ്ലേസ് ക്രിക്കറ്റ്, അവിടെ സിംഗുലർ ആണ് എവരിബഡി. മൈ ഫ്രണ്ട് ആവുമ്പോഴോ മൈ ഫ്രണ്ട് പ്ലേസ് ക്രിക്കറ്റ്.
അവിടെയും എസ് വരുന്നു. ഇതുപോലെ ഓരോ വേർബ്സും എടുക്കുക. ഞാൻ വേർബ്സിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ലെസൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 200-ലധികം വേർബ്സ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എത്രയാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് വേർബ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ മറ്റോ കൂടുതൽ വേർബ്സ് നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം ഓരോ വേർബ്സും ഈ 10 സബ്ജക്റ്റുകളിലൂടെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ എസ് ആഡ് ചെയ്യുക, അല്ലാത്ത കേസിൽ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡു ഡസ് വരുന്ന സമയത്ത് ഇതിൻ്റെ മീനിങ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഈ മീനിങ്ങിൽ മാത്രമല്ല വരാറുള്ളത്, മറ്റു പല മീനിങ്ങിലും വരാറുണ്ട്. ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് എല്ലാം നമുക്ക് ഈ ഡൂവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഐ ക്രിയേറ്റ് വീഡിയോസ്. ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അവൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ഹീ ക്രിയേറ്റ്സ് വീഡിയോ, അല്ലെങ്കിൽ ഹീ ക്രിയേറ്റ്സ് വീഡിയോസ്. അവൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതുപോലെ ഐ ലേൺ ഇംഗ്ലീഷ് എവ്രി ഡേ. എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. അവൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. ഷീ ലേൺസ് ഇംഗ്ലീഷ് എവ്രി ഡേ. ഞാൻ ഗിത്താർ പ്ലേ ചെയ്യാറുണ്ട്. ഐ പ്ലേ ഗിത്താർ. അവൾ ഗിത്താർ പ്ലേ ചെയ്യാറുണ്ട്. ഷീ പ്ലേസ് ഗിത്താർ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ടീച്ച് ചെയ്യാറുണ്ട്. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. ഷീ ടീച്ചസ് ഇംഗ്ലീഷ്. വ്യത്യാസം മനസ്സിലായോ? ഇതുപോലെ ഒരുപാട് എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഡു ഡസിൻ്റെ ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്യാറുണ്ട് എന്നല്ലാത്ത അർത്ഥത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറയാൻ ഷീ ലൈക്സ് എന്ന് വരും. ഷീ ലൈക്സ് ഐസ്ക്രീം. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിനെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു വെർബ് കിട്ടിക്കഴിഞ്ഞാലും ഈ 10 സബ്ജക്റ്റുകളിലൂടെ നിങ്ങൾ കടത്തിവിടുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഈ 10 സബ്ജക്റ്റുകൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം യാതൊരു ഡൗട്ടും ഇല്ലാതെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഡു ഡസ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു സംശയം നിങ്ങൾക്ക് മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഡു ഡസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യം എങ്ങനെ ചോദിക്കാമെന്നുള്ളത് നമുക്ക് അടുത്ത ലെസണിൽ കാണാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ലെസൺ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ലെസൺസ്.